രോഗികളുടെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ അവരുടെ ഫോട്ടോകൾ മാധ്യമങ്ങൾ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ മുഖേനയോ പരസ്യപ്പെടുത്താൻ പാടില്ലെന്ന് സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റി വക്താവ് സാമൂഹ്യ മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും രോഗികളുടെ ഫോട്ടോയും ക്ലിപ്പുകളും വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് കമ്മീഷന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിയമം ലംഘിക്കുന്നവർക്ക് എന്തെല്ലാം ശിക്ഷ നടപടികളാണ് സ്വീകരിക്കുകയെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടില്ല. മെഷീൻ റീഡബിൾ അല്ലാത്ത പാസ്പോർട്ടുകൾ ഈ മാസം 24 വരെ മാത്രം അനുവദിക്കുകയുള്ളൂ എന്നും അല്ലാത്ത പക്ഷം പാസ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് കൺസുലേറ്റ് അറിയിച്ചു. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മെഷീൻ റീഡബിൾ അല്ലാത്ത പാസ്പോർട്ടുകളുടെ കാലാവധി ഈ മാസം 24-ന് അവസാനിക്കും. അതിനുശേഷം ഇത്തരം പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് ലോകത്ത് എവിടെയും യാത്ര ചെയ്യുന്നതിന് സാധ്യമാവില്ല. ലോകത്താകമാനം പാസ്പോർട്ടുകളുടെ ഏകീകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നടപ്പാക്കിയ നിയമപ്രകാരമാണിത്. കൈകൊണ്ട് എഴുതിയതോ കുറഞ്ഞ കാലാവധിയുള്ളതോ കൈകൊണ്ട് റീഎൻട്രി എഴുതിയതോ ആയ പാസ്പോർട്ടുകൾക്കും നിരീക്ഷണത്തോടുകൂടി എന്തെങ്കിലും വിവരങ്ങൾ അധികമായോ കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത പാസ്പോർട്ടുകൾക്കും 20 വർഷം കാലാവധിയുള്ള പാസ്പോർട്ടുകൾക്കും 24-ന് ശേഷം സാധ്യത ഉണ്ടാവില്ല. ഇത്തരം പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതിനോ വിസ റീഎൻട്രി ലഭിക്കുന്നതിനോ സാധിക്കില്ല. മെഷീൻ റീഡബിൾ അല്ലാത്ത പാസ്പോർട്ടുകൾ ക്രമേണ നീക്കം ചെയ്യുന്നതിന് 2 വർഷം മുമ്പാണ് നടപടികൾ തുടങ്ങിയത്. അന്നു മുതൽ ഘട്ടം ഘട്ടമായി ഇവ നീക്കം ചെയ്തു വരികയായിരുന്നു. ഇതിനകം ബഹുഭൂരിഭാഗം ഇത്തരം പാസ്പോർട്ടുകൾ മാറ്റി പകരം മെഷീൻ റീഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനിയും പഴയ രീതിയിലുള്ള പാസ്പോർട്ടുകൾ പലരുടെയും കൈവശമുണ്ടെന്നും അത് എത്രയും വേഗം മെഷീൻ റീഡബിൾ ആക്കി മാറ്റണമെന്നും കോൺസുലേറ്റ് അഭ്യർത്ഥിച്ചു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. വീട്ടുവേലക്കാരുടെ റിക്രൂട്ട്മെന്റ് ക്രമീകരിക്കുന്ന കരാറിൽ സൗദി അറേബ്യയും ചാട്ടും ഒപ്പുവെച്ചു. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ട്. വീട്ടുവേലക്കാരുടെ റിക്രൂട്ട്മെന്റ് ക്രമീകരിക്കുന്ന കാര്യത്തിൽ സൗദി അറേബ്യയും ചാട്ടും ഒപ്പുവെച്ചു. ചാഡ് പ്രസിഡന്റ് ഇദ്രീസ് ദീബി ഇന്ത്യയുടെ സൗദി സന്ദർശനത്തോടനുബന്ധിച്ച് സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രജ് അൽ അക്ബാനിയും ചാഡ് സുരക്ഷാ ഇമിഗ്രേഷൻ മന്ത്രി അഹമ്മദ് മുഹമ്മദ് ബാഷിറും കരാറിൽ ഒപ്പുവെച്ചു. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഗാർഹിക തൊഴിലാളികളുടെ സൗദിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ക്രമീകരിക്കാനുള്ള വ്യവസ്ഥകൾ അടങ്ങിയതാണ് കരാർ. ചാഡ് വേലക്കാരുടെ വേതനം മുസാദ് പോർട്ടൽ വഴി ചാഡ് വേലക്കാർക്ക് വിസ അനുവദിച്ചു തുടങ്ങുന്ന സമയം എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ധാരണയിലെത്തും. സോമാലിയയിൽ നിന്നുള്ള വേലക്കാരികളെ റിക്രൂട്ട് ചെയ്യുന്നത് പുനരാരംഭിക്കാനും തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. കെനിയൻ തലസ്ഥാനമായ നെയ്ബോറിയയിലെ സൗദി എംബസികൾ വഴി സോമാലിയൻ വേലക്കാരികളെ റിക്രൂട്ട് ചെയ്യുന്ന നടപടികൾ താൽക്കാലികമായി പൂർത്തിയാക്കാനാണ് തീരുമാനം. സോമാലിയയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നേരത്തെ തൊഴിൽ മന്ത്രാലയം നിർത്തിവെച്ചിരുന്നു. എത്യോപ്യയിൽ നിന്നുള്ള വേലക്കാരികളെ റിക്രൂട്ട് ചെയ്യുന്നതും നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ സൗദിയിലുള്ള സോമാലിയൻ, എത്യോപ്യൻ, എറിത്രിയൻ തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റുന്നതിന് തടസ്സമുണ്ടാകില്ല. ഈ 3 രാജ്യക്കാരുടെയും സ്പോൺസർഷിപ്പ് മാറ്റം വിലക്കിയതായി കിംവദന്തി പ്രചരിപ്പിച്ചിരുന്നു. സൗദിയിലെ ഗാർഹിക തൊഴിൽ വിപണിയിൽ നിലനിൽക്കുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് കൂടുതൽ രാജ്യങ്ങളുമായി കരാറിൽ ഒപ്പുവെക്കുന്നത്. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. സൗദി അറേബ്യയിലെ വാദി ദബാസാറിൽ ഭീമൻ കരയാമയെ പിടികൂടി. അജ്ഞാത ജീവിയെ കണ്ടെത്തിയതായി സൗദി പൗരൻ സുരക്ഷാ വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് നടത്തിയ പരിശോധനയിലാണ് കരയാമയാണെന്ന് തിരിച്ചറിഞ്ഞത്. 100 വർഷത്തിലേറെ പ്രായമുള്ള കരയാമ കാർഷിക മേഖലയായ വാദി ദവാസറിലെ അൽ ഷുറാഫ ജില്ലയിലാണ് കണ്ടെത്തിയത്. 1.25 അടി ഉയരവും 200 കിലോ ഭാരവും ആമയ്ക്കുണ്ട്. ആമയെ വന്യജീവി സംരക്ഷണ വകുപ്പിന് കൈമാറുമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. വിവിധ പ്രവിശ്യകളിലെ ലേഡീസ് ഷോപ്പുകളിൽ തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിൽ 7000 നിയമലംഘനങ്ങൾ കണ്ടെത്തി. വനിതകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിന് വനിതകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വനിതാവൽക്കരണം പാലിക്കാൻ ലേഡീസ് ഷോപ്പ് ഉടമകൾ സന്നദ്ധരാകണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റുകൾക്കും വിലക്കയറ്റത്തിനും എതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉയർന്ന് പ്രവർത്തിക്കണമെന്ന് അബ്ഹൈക് നവോദയ സാംസ്കാരിക വേദി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് നാണു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നവോദയ രക്ഷാധികാരി MM നൌയി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രവർത്തന റിപ്പോർട്ട് രാജാചന്ദ്രനും വരവ് ചിലവ് കണക്കുകൾ രത്നാകരനും അവതരിപ്പിച്ചു. രോഗബാധിതനായ കൊല്ലം പറവൂർ സ്വദേശി വിനോദ് കുമാർ ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി. ജോലി ചെയ്യുന്ന കമ്പനി ചികിത്സാ സഹായം ലഭ്യമാക്കാത്ത സാഹചര്യത്തിലാണ് വിനോദ് കുമാറിന് ജലസഹായം നൽകിയത്. വിമാന ടിക്കറ്റ് സുജിത്തിന് മമ്പള്ളി വിനോദിന് കൈമാറി.